എനിക്കൊരിക്കലും പറയാൻ കഴിയില്ല ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വീഴില്ലെന്ന്. ആർക്കും അത് പറയാൻ കഴിയില്ല. എന്നാൽ എനിക്ക് പറയാൻ കഴിയും, ഞാൻ തെറ്റിയാൽ ഉടനെ തന്നെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് ഏറ്റുപറയാൻ ശ്രമിക്കും. എനിക്കൊരു തെറ്റ് പറ്റി എന്നെനിക്ക് മനസ്സിലായാൽ ഉടനെ മനഃപൂർവ്വം ആയിരിക്കണമെന്നില്ല. മനഃപൂർവ്വമായിട്ട് സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. യാദൃച്ഛികമായിട്ട് അങ്ങനെ സംഭവിച്ചാലും നിങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വീണെന്ന് വരാം. റോഡിൽ നടക്കുമ്പം പഴത്തൊലിയിലോ മറ്റോ തെന്നി നിങ്ങൾക്ക് എപ്പോൾ വേണേലും വീഴാം. ക്രിസ്ത്യ ജീവിതത്തിലും ഇത് സംഭവിക്കാം. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിങ്ങൾ പറയുക, അതെൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ തന്നെ താഴ്ത്തുക. ശുദ്ധ മനസ്സാക്ഷിയോടെ നിങ്ങൾ ജീവിച്ചാൽ ഈ ജീവരസം ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുപോലെ നിങ്ങളുടെ പരിശ്രമം കൂടാതെ ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കൊമ്പിൽ സംഭവിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യോഹന്നാൻ 15:5 എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ നിർവചനം. വിശ്വാസമെന്തോ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമില്ല. ആളുകൾ ചോദിക്കും, നിനക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിനക്ക് ഈ കൊമ്പിനെ പോലെ ഒരു നിസ്സഹായനാകാൻ കഴിയുമോ? നീ തിരിച്ചറിയുന്നുണ്ടോ നിനക്ക് ഫലം കായ്പാൻ കഴിയില്ലെന്നുള്ള കാര്യം? എനിക്ക് ഏതാണ്ട് 23 വയസ്സുള്ളപ്പോഴാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. ഇപ്പം 75ആയി. കുറഞ്ഞത് 52 വർഷം. 23ാമത്തെ വയസ്സിലാണ് ഈ വരം എനിക്ക് കിട്ടിയത്. അത് ദൈവം തന്നൊരു വരമാണ്. എനിക്കൊന്നും പ്രശംസിക്കാനില്ല. ഞാൻ പരിശുദ്ധാത്മാഭിഷേകവും പ്രവചനവും ദൈവത്തോട് ചോദിച്ചു. ദൈവം എനിക്കത് നൽകി. എന്നാൽ ഈ 52 വർഷത്തിന് ശേഷം എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാൻ കഴിയും. ഞാനിവിടെ താഴ്മ ധരിക്കുകയല്ല. ഞാൻ പ്രസംഗപീഠത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറയും, കർത്താവേ, നിൻ്റെ ജീവരസം എന്നിൽ കൂടെ ഒഴുകുന്നില്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയില്ല. നീ എന്നിൽ കൂടെ ഒഴുകുന്നതിന് ഒരു തടസ്സവും എൻ്റെ ഹൃദയത്തിലില്ലെങ്കിൽ എങ്കിൽ ഏറ്റവും മനോഹരമായ ഫലം എന്നിൽ കൂടെ പുറത്തു വരും. എന്നാൽ അത് ഒഴുകുന്നതിന് ഒരു ചെറിയ തടസ്സം എന്നിലുണ്ടെങ്കിൽ ഞാൻ മനുഷ്യൻ്റെ മാനം അന്വേഷിക്കുകയോ അതിൻ്റെ മഹത്വം അന്വേഷിക്കുകയോ, അങ്ങനെ മനുഷ്യനെ പേടിച്ച് നീ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യം ഞാൻ പറയുന്നില്ലെങ്കിൽ, അങ്ങനെ മനുഷ്യനെ പ്രസാദിപ്പിക്കാനോ മറ്റോ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എങ്കിൽ അവിടുത്തെ ജീവരസം എന്നിൽ കൂടെ ഒഴുകുന്നതിനൊരു തടസ്സമായി വരും. അത് കഴിഞ്ഞ 52 വർഷമായിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്കിപ്പോഴും തോന്നുന്നില്ല എനിക്ക് സ്വയമായിട്ട് അത് ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങളെ ഉത്സാഹിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. കൃപയാൽ എനിക്ക് പാപത്തെ ജയിക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ പോലും ഇന്ന് ദൈവം തൻ്റെ കൃപ എന്നിൽ നിന്ന് പിൻവലിക്കുന്നെങ്കിൽ ഏറ്റവും മോശപ്പെട്ട പാപം ചെയ്യാൻ എനിക്ക് കഴിയും. ആ കൊമ്പ് പറയുന്നത് പോലെ, ശരിയാണ്, 50 കൊല്ലം ഫലം കായ്ച്ചു, എന്നാൽ ഇന്ന് നീ എന്നെ അതിൽ നിന്ന് കട്ടി മാറ്റിയാൽ ഞാൻ മരിച്ചു. പിന്നെ ഒരു ഫലം പോലും എന്നിൽ കൂടെ കായ്ക്കത്തില്ല. ഇതാണ് ക്രിസ്ത്യ ജീവിതം. എന്നെ ആ വൃക്ഷത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയാൽ ഒരു ചെറിയ ഫലം പോലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും കായ്ക്കാൻ കഴിയില്ല. എൻ്റെ അനുഭവം എന്നെ ഇവിടെ സഹായിക്കത്തില്ല. ആ പരിചയം ആ കൊമ്പിനെ സഹായിക്കാത്തതുപോലെ നിസ്സഹായതയോടുള്ള ആ ആശ്രയമാണ് വിശ്വാസം. വിശ്വാസത്തെ ഇങ്ങനെ കാണുക, ദൈവത്തിലുള്ള നിസ്സഹായമായ ആശ്രയം. നിങ്ങൾക്ക് ദൈവത്തെ നിസ്സഹായതയോടെ ഇതുപോലെ ആശ്രയിക്കാനായിട്ട് കഴിയുമോ? ആ കൊമ്പ് വൃക്ഷത്തെ ആശ്രയിക്കുന്നത് പോലെ. അത് ബുദ്ധിമുട്ടാണോ? നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയാത്തത് നാം വളരെ ശക്തരായതുകൊണ്ടാണ്. നിങ്ങൾ എത്ര ബലഹീനനാണോ അത്ര കൂടുതൽ ദൈവത്തിന് നിങ്ങളിൽ കൂടെ പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾ എത്ര ശക്തനാണോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു രോഗിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചേ. അവൻ ഡോക്ടറോട് ബഹളമുണ്ടാക്കുന്നു, അവൻ വളരെ ശക്തനാണോ? നഴ്സുമാരും മറ്റുള്ളവരോടും ഒക്കെ. കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളവിടെ ചെല്ലുമ്പോൾ കയ്യിലും വായിലും ഒക്കെ ട്യൂബ് ഇട്ട് അവൻ കിടക്കുകയാണ്. കയ്യിലൊക്കെ ട്യൂബുണ്ട്. ഇപ്പോൾ അവൻ്റെ ശബ്ദം വളരെ താന്നു വന്നു. കാരണം ഇപ്പോൾ അവൻ കൂടുതൽ ബലഹീനനാണ്. എന്നാൽ ഇപ്പോഴും കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം അവൻ മരിച്ചു. പിന്നെ ഒരു ശബ്ദം ഉണ്ടായിട്ടില്ല. അവൻ എത്ര ബലഹീനനായി തീർന്നോ അതിനനുസരിച്ച് കോപം കുറഞ്ഞു വരും. എപ്പോഴാണ് നാം കോപിക്കുന്നത്? നമ്മൾ ശക്തരായിരിക്കുമ്പോഴാണ്. നിങ്ങളിൽ ചിലർ കോപിക്കുമ്പോൾ നിങ്ങൾ പറയും, സഹോദരൻ എന്ത് ചെയ്യാം, ഞാൻ വളരെ ബലഹീനനാണ്, എനിക്കതിനെ ജയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അങ്ങനെയല്ല. അതിന് കാരണം നീ വളരെ ശക്തനാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നീ കോപിക്കുന്നത്. നീ ബലഹീനനാണെങ്കിൽ എന്നേ നീ അതിൽ ജയിക്കേണ്ടതാണ്. നീ ബലഹീനനല്ല, നീ വളരെ ശക്തനാണ്. ദൈവത്തിന് എന്നെ തകർക്കുകയും താഴ്ത്തേണ്ടതുകൊണ്ട്. നിങ്ങൾ ഓർക്കുന്ന, ഒരിക്കൽ യേശുവിനൊരു സന്ദേശം കിട്ടി. ലാസർ സൗഖ്യമില്ലാതെ ഇരിക്കുന്നു. യേശു പറഞ്ഞു, ഇപ്പം എനിക്ക് വരാൻ കഴിയില്ല. യേശു പിന്നെയും അവിടെ കാത്തിരുന്നു. അവൻ പൂർണ്ണമായിട്ട് മരിക്കട്ടെ, പിന്നെ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാം. നാം ഇതുപോലെ ഒരു 0 പോയിന്റിലേക്ക് എത്തുന്നവരെ ദൈവം കാത്തിരിക്കും. പിന്നെ അവൻ നമുക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എത്രമാത്രം പരാജയപ്പെട്ട ഒരാളാണെങ്കിലും, എത്രമാത്രം അവനെ അവമാനിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഇന്നു മുതൽ ഈ ക്രിസ്ത്യ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കുമെങ്കിൽ ദൈവം അതെല്ലാം അഗണ്യമാക്കും. നിങ്ങൾ പറയുക, കർത്താവേ, ഇന്നു മുതൽ ഞാൻ ക്രിസ്ത്യ ജീവിതം ഗൗരവമായിട്ട് ജീവിക്കും. അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നടന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാനും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു.
നീ അതെന്നെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. എനിക്ക് ബലഹീനനാകണം. അങ്ങനെ നിസ്സഹായതയോടെ എനിക്ക് അങ്ങിൽ ആശ്രയിക്കണം. നിങ്ങളെല്ലാവർക്കും ഇങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും. ദൈവത്തിന് ഒരു പക്ഷാഭേദവുമില്ല. അല്പം പോലും അവനില്ല. നിങ്ങൾക്ക് മഹത്വകരമായൊരു ക്രിസ്ത്യ ജീവിതം നടത്താൻ കഴിയും. മഹത്വകരമായൊരു കുടുംബജീവിതം. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വശത്ത് നിന്ന്. നിങ്ങൾ ചോദിക്കുക, എൻ്റെ ഭാര്യ സഹകരിച്ചില്ല എന്ന് എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവ് സഹകരിച്ചില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സമാധാനം ഉണ്ടാവും. ഉദാഹരണത്തിന്, ഒരു സംഘർഷമുണ്ടാകുന്നത് ഇങ്ങനെയാണ്. രണ്ട് കൈ കൂടുമ്പോഴേ ശബ്ദമുണ്ടാകൂ. ഒരു കൈ സഹകരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു സംഘർഷവും ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയും, ഒരു സംഘർഷം ഉണ്ടാകുമ്പം അതിൽ ഒരാൾ മരിക്കണം. നിങ്ങളിൽ ഒരാൾ സ്വയത്തിന് മരിക്കാൻ തീരുമാനിച്ചാൽ, ഭാര്യയോ ഭർത്താവോ, അവിടെ സമാധാനം ഉണ്ടാകും. രണ്ടുപേരും മരിക്കാൻ തയ്യാറായാലോ, അവിടെ കൂട്ടായ്മ ഉണ്ടാകും. കൂട്ടായ്മയാണ് ഏറ്റവും മെച്ചപ്പെട്ടത്. എന്നാൽ കൂട്ടായ്മ ഉണ്ടാകുന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്ക് സമാധാനം ഉണ്ടാകും. സംഘർഷം കാണത്തില്ല. അത് നിന്നെ ആശ്രയിച്ച് നിൽക്കുന്ന കാര്യമാണ്. നിങ്ങളെ പറയുകയാണ്, ഞാൻ മരിക്കാൻ തയ്യാറാണ്. നിന്റെ പങ്കാളിയും മരിക്കാൻ തയ്യാറായാൽ അത് ഏറ്റവും മനോഹരമായ സ്വർഗീയമായ കുടുംബജീവിതമാണ്. ഇത് നിങ്ങൾ ഒരിക്കൽ മാത്രം ചെയ്താൽ പോരാ. യേശു പറഞ്ഞെന്താ? ദിനം പ്രതി എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ഒരു ദിവസത്തിൻ്റെ ഒരു പ്രാവശ്യമല്ല. നിങ്ങൾക്കറിയാം, ഒരു ദിവസം തന്നെ നാം പല പ്രാവശ്യം പരീക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ ആ ജീവൻ എന്നിൽ പരിവർത്തിക്കുന്നുണ്ടെങ്കിൽ. 2 കൊരിന്ത്യർ 4:10. എനിക്കറിയില്ല നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ടാകും. 2 കൊരിന്ത്യർ 4:10 ഇപ്രകാരമാണ് പറയുന്നത്: എല്ലായ്പ്പോഴും, എല്ലാ ദിവസവുമല്ല, എന്നാൽ എല്ലായ്പ്പോഴും. ആഴ്ചയുടെ 7 ദിവസമല്ല, എന്നാൽ 7 ദിവസം 24 മണിക്കൂറും. 7 ദിവസം 24 മണിക്കൂർ. അതാണ് എപ്പോഴും എന്ന് പറഞ്ഞാൽ. യേശുവിൻ്റെ മരണം എൻ്റെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. യേശുവിൻ്റെ 2 മരണങ്ങളുണ്ട്. ഒന്ന് ലോകത്തിൻ്റെ പാപത്തിനായിട്ട് ക്രൂശിൽ മരിച്ചതാണ്. അത് നമുക്ക് വഹിക്കാൻ കഴിയില്ല. അവൻ ഏകനായിട്ടാണ് മരിച്ചത്. അതിൽ നമുക്കൊരു പങ്കുമില്ല. എന്നാൽ മറ്റൊരു മരണമുണ്ട്. ആ മരണം അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ എല്ലാ ദിവസവും അവൻ വഹിച്ചതാണ്. അവിടെ അവൻ തന്നെ ത്യജിച്ചു, സ്വയത്തിന് മരിച്ചു. തൻ്റെ വീട്ടിലും ഒരു ആശാരിയായിട്ട് അവൻ ജോലി ചെയ്ത സമയത്തും തൻ്റെ മുഴു ജീവിതത്തിലും ദിനം പ്രതി അവൻ മരിച്ചു. നിശ്ചയമായിട്ടും അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ദിനം പ്രതി മരിക്കാൻ അവൻ നമ്മളോട് പറയില്ല. അവൻ എന്താ പറഞ്ഞ്? സ്വയത്തിന് മരിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കുക. ലൂക്കോസ് 9:23. തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. അതിനർത്ഥം അവൻ എല്ലാ ദിവസവും ചെയ്തു, എല്ലായ്പ്പോഴും ചെയ്തു. അതാണ് യേശുവിൻ്റെ മരണമെന്ന് പറഞ്ഞാൽ. തൻ്റെ 33.5 വയസ്സിൽ എല്ലാ ദിവസവും അവനെ ചെയ്തു. തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് അവൻ മരിച്ചു. പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ മരണം എപ്പോഴും വഹിക്കുന്നു. എല്ലായ്പ്പോഴും. കോപിക്കാനോ നിരാശപ്പെടാനോ ഞാൻ പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ സ്വന്തം മോഹം നിറവേറ്റാൻ എന്തു തന്നെ ആയാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ കൂടെ വെളിപ്പെടും.